മോഡിൻ്റെ 10 കൊല്ലത്തെ ഭരണത്തിലെ അക്രമവും മതവിരുദ്ധ വീക്ഷണങ്ങളും മറ്റേ പല ജാതി കാര്യങ്ങളും വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു. ആ അന്തരീക്ഷം ഇപ്പോഴുണ്ട്. ഒരൊറ്റ വ്യവസായത്തിലും ഒരു തൊഴിലാളി സമരമില്ല. ഇവിടെ 2004 ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു അനുഭവത്തിലും വെച്ച് പരിശോധിച്ചാൽ 2004 ഞാനിവിടെ നിന്ന് ജയിച്ചല്ലോ. അന്നത്തെ പല സാഹചര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അന്ന് വാജ്പേയിയാണ് ഭരിക്കുന്നത്. ആ ഭരണം തുടർന്നു പോകുമോ എന്നുള്ള ഭയം, അത് മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്നുള്ള ധാരണ, ഇത് നമുക്ക് അനുകൂലമായ വലിയ ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം ഇന്നുണ്ട്. മോഡിൻ്റെ 10 കൊല്ലത്തെ ഭരണത്തിലെ അക്രമവും മതവിരുദ്ധ വീക്ഷണങ്ങളും മറ്റേ പല ജാതി കാര്യങ്ങളും വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു. ആ അന്തരീക്ഷം ഇപ്പോഴുണ്ട്. പിന്നെ മറ്റൊന്ന്, അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണമോ മറ്റൊരു ഭരണമോ അതൊക്കെ ആ ഉമ്മൻചാണ്ടി വന്ന് ഭരിച്ചു പോയി എന്നല്ല പറയാവുന്ന ഒന്നും ഇല്ലല്ലോ. ഇപ്പം എതിരാളികൾ എന്ത് കുറ്റം പറയുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ 10 കൊല്ലത്തെ ഭരണം ജനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു, 5.5 ലക്ഷം ആളുകൾക്ക് ഭൂമിയിൽ അവകാശം കൊടുത്തു, പട്ടയം. ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒരൊറ്റ വ്യവസായത്തിലും ഒരു തൊഴിലാളി സമരമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഒക്കെ ശരിയായി തീർത്തുകൊണ്ട് പോകുന്നുണ്ട്. വർഗീയ കലാപം ഉമ്മൻചാണ്ടിൻ്റെ കാലത്തുണ്ട്, ആൻ്റണിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ബേപ്പൂർ സംഭവമൊക്കെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലല്ലോ ഒന്ന്. ഇതൊക്കെ നല്ല അനുകൂലമായ കാലാവസ്ഥയല്ലേ. പിന്നെ വേറെ ഒരുപാട് നേട്ടങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവർക്ക് പോലും ശമ്പളം കൂട്ടി കൊടുക്കുക. പിന്നെ തൊഴിലാളികളെ രംഗത്തുള്ള പല ആളുകളും കുടുംബശ്രീ, ഇതിലൊക്കെ എല്ലാ നിലയിലും ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. ഒരു കുറ്റം പറയാൻ രാഷ്ട്രീയമായിട്ട് കണ്ടുപിടിച്ച് പറയാമെന്നല്ലാതെ പിണറായിൻ്റെ 10 കൊല്ലത്തെ ഭരണത്തിന് പകരം വെക്കാൻ കേരളത്തിന് മുമ്പ് ഒരു ഭരണം ഉണ്ടായിട്ടില്ല. 2004 അങ്ങ് മലപ്പുറം ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന മഞ്ചേരിയിൽ നിന്ന് അങ്ങ് വിജയിച്ചു. അന്ന് അങ്ങ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന പല ട്രിക്കുകളും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വരുന്ന അതാണ്, എന്നെയും എൻ്റെ എതിർ സ്ഥാനാർത്ഥി മജീദിനെയും ഇവിടുത്തെ ജനങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ അവർക്ക് മനസ്സിലാവുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് ഇന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കൊണ്ട് പകിട കളിക്കല്ലേ. പൊന്നാനിയിൽ 3 കൊല്ലം നിന്ന് ദുർഭരണം നടത്തിയവൻ ഇവിടെ ഒന്നും ചെയ്യാതെ തിരിച്ച് അങ്ങോട്ട്. ഇതെന്താ അർത്ഥം? അതേ സമയത്ത് ഞങ്ങൾ യുവാക്കളിൽ സുന്ദരനായിട്ടുള്ള നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് സംഭാവന നിർത്തിയിട്ടുള്ളത്. അവർ സ്ഥാനാർത്ഥിനെ 3 കൊല്ലം ഒന്നും ചെയ്യാത്ത പൊന്നാനിക്കാരനെ ഇങ്ങോട്ട് ബഷീറിനെ 5 കൊല്ലം ഇവിടെ തെണ്ടിത്തിരിഞ്ഞാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയട്ടെ. അന്ന് പാർലമെൻറ്റ് മെമ്പർമാർക്ക് പ്രാദേശിക വികസന ഫണ്ട് എൻ്റെ കാലത്ത് 1 കോടി ഉറുപ്പിയുള്ള ഒരു കൊല്ലത്തിന്, ഞാൻ പോകുന്നതിന് ശേഷം 5 കോടിയാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ഈ 3 ടേമിലും 5 കോടിയാണ്. എനിക്ക് 1 കോടിയേ ഉള്ളൂ. 5 കോടി കൊല്ലത്തിൽ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് 25 കോടിയായില്ലേ. എനിക്ക് 5 കോടി 5 കൊല്ലത്തിന്. ഈ മഞ്ചേരി ആണല്ലോ നമ്മൾ പറയുന്ന. ഇവിടെ മാത്രം ഞാൻ ചെയ്തത് ഞാൻ എണ്ണി പറയാം, ഓരോന്നും പറഞ്ഞുതരാൻ. ഒന്ന്, ആ യത്തീംഖാന ഹൈസ്കൂളിന് കെട്ടിടം കെട്ടാൻ 20 ലക്ഷം ഞാൻ കൊടുത്തു ഈ ഫണ്ടിൽ നിന്ന്. ചുള്ളക്കാട് LP സ്കൂളിന് 10 ലക്ഷം കൊടുത്തു. ഇവിടെ വായ്പാറപ്പടിക്കലെ UP സ്കൂളിന് 10 ലക്ഷം കൊടുത്തു. ഇവിടുത്തെ ബോയ്സ് ഹൈസ്കൂളിന് 10 ലക്ഷം, ഗേൾസ് ഹൈസ്കൂളിന് 10 ലക്ഷം. അവസാനമായിട്ട് നിങ്ങൾ നോക്കുക, ഈ മുള്ളമ്പാറ ഒരു തരത്തിലും നമുക്ക് നിയന്ത്രണമല്ലാത്ത LP സ്കൂള് 10 ലക്ഷം അവിടെയും കൊടുത്തു. എൻ്റെ പേര് എഴുതി വെച്ചാൽ കെട്ടിടം അവിടെ കാണാം. ഇതിന് കുറച്ചപ്പുറത്ത് പാപ്പിനിപ്പാറ, അവിടെ ഹിക്കുമിയ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അതിനും കൊടുത്തു 10 ലക്ഷം. ഒരു 20 ഉറുപ്പ്യ കൊടുത്ത് പറഞ്ഞു തരും നിങ്ങൾക്ക്. മഞ്ചേരിത്തെ ഒരു താരതമ്യം പറയാം. നമ്മൾ നിലമ്പൂർക്കാണ്ട് വരുമ്പോൾ നമ്മൾ വേറെ പറയാം.
ഒരു 25 ലക്ഷം റുപ്യ എവിടെയെങ്കിലും ചിലവാക്കി പറയണ്ട അവർക്ക്? ഒന്നും പറയാനില്ല. അവർ ചിലവാക്കിയിട്ടുണ്ട്, ആ പണമൊന്നും ബാക്കിയില്ല. അവരും കരാറുകാരും തമ്മിലുണ്ടാകുന്ന ചില കുതന്ത്രങ്ങളിൽ പാലാരിവട്ടം പണിയെടുക്കും. പാലാരിവട്ടം ബൈക്ക് തകതി ചിലവാക്കും. ഗുണം നാട്ടുകാർക്കല്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ വികസന രംഗത്തുള്ള MLA MP-മാരുടെ വ്യക്തിപരമായ ആ സമീപനം, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള പഠിപ്പ്, BJPയുടെ കേന്ദ്രത്തിലുള്ള വരവ് അന്നുമുണ്ട് ഇന്നുമുണ്ട്, ഇതെല്ലാം കൂടി മൊത്തത്തിൽ വെച്ച് നോക്കി സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നിന്ന് ഈ തക്കിടി മുഴുവൻ കളിച്ചവരാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ലൊരു കുട്ടിയാണ് നമ്മളെ സ്ഥാനാർത്ഥികൾ, യുവാക്കൾ. ഇതൊക്കെ വെച്ച് പരിശോധിച്ചാൽ ഇവിടെ 2004 ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.